ഗാസയിൽ ഹമാസിന്റെ ചാവേർ ആക്രമണത്തിൽ 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. ബെയ്ത്ത് ഹനൂൻ മേഖലയിലാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് IDFന്റെ കഫിർ ഗ്രൂപ്പിലെ 3 സൈനികർ കൊല്ലപ്പെട്ടത്. 3 സൈനികരുടെ മരണം IDF സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ നിരന്തരമായി ഉണ്ടാകുന്ന 3ാമത് തിരിച്ചടിയാണ് ഇസ്രായേലിന് ഗാസയിൽ ഇപ്പോൾ നേരിടുന്നത്. നേരത്തെ ഇസ്രായേലി സേനയ്ക്ക് നേരെ ഹമാസിന്റെ ഭീകരന്മാർ നടത്തിയ ഒളിയാക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കഫീർ ഗ്രൂപ്പിലെ ഷിംസൺ ബറ്റാലിയനിലെ കഫീർ ഗ്രൂപ്പിലെ 3 സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത്. ബെയ്ത്ത് ലഹിയ ബെയ്ത്ത് ഹനൂൻ മേഖലയിൽ തീവ്രവാദി സാന്നിധ്യം, ഹമാസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് ഒരു റെയ്ഡ് നടത്തുകയായിരുന്നു കഫീർ ഗ്രൂപ്പ്. ആ കഫീർ ഗ്രൂപ്പിലെ നിരവധി സൈനികർ ബെയ്ത്ത് ഹനൂൻ ബെയ്ത്ത് ലഹിയ മേഖലയിലെ കെട്ടിടങ്ങൾ കയറിയിറങ്ങുന്നു. അവിടെയുള്ള മറ്റ് പ്രദേശങ്ങളിൽ മറ്റ് സ്ഥലങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കുന്നു. ഇതിനിടയിൽ ഒരു കെട്ടിടത്തിന് സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ചു വച്ചിരിക്കുകയായിരുന്നു. ഈ സൈനികർ ആ കെട്ടിടത്തിന് സമീപത്തേക്ക് എത്തിയ ഘട്ടത്തിൽ ആ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു. ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും 3 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മരണപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ IDF പുറത്തുവിട്ടിട്ടുണ്ട്. 22കാരനായ ഇലൈ ഗാർബിയലാണ് ഒരാൾ, മറ്റൊരാൾ 21 വയസ്സുകാരനായ മോസ്കിൻ, മൂന്നാമത്തെയാൾ 21 വയസ്സുകാരനായ ഹില്ലൽ ഡിയാൻസർ എന്നിവരാണ്. ഇവരെല്ലാവരും ഷിംസൺ ബറ്റാലിയനിലെ കഫീർ ബ്രിഗേഡിലെ സൈനികരാണ്. ഇവർ നേരത്തെ തന്നെ ജബാലിക്ക് സമീപമുള്ള ബൈത്ത് ലഹിയ ബൈത്ത് ഹനൂൻ മേഖലയിലെ പ്രധാനപ്പെട്ട പരിശോധനയും പ്രധാനപ്പെട്ട റെയ്ഡും നടത്തുന്നത് കഫീർ ബറ്റാലിയനാണ്. ആ കഫീർ ബറ്റാലിയന് നേരെയാണ് കഴിഞ്ഞ ആഴ്ചയും ഹമാസിന്റെ ആക്രമണം ഉണ്ടായത്. ഹമാസിന്റെ ഭീകരന്മാർ ഒളിഞ്ഞിരുന്ന സ്ഫോടക വസ്തുക്കൾ ആ ബറ്റാലിയൻ താമസിക്കുന്ന കെട്ടിടത്തിന് നേരെ എറിയുകയായിരുന്നു. ഇതിലാണ് 5 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത്. എന്തായാലും ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിസംബർ 24 അർദ്ധരാത്രി, ഇന്ന് അർദ്ധരാത്രി വരെയാണ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നത്, ഡെഡ് ലൈൻ നൽകിയിരുന്നത്. ഡിസംബർ മാസം 24 അർദ്ധരാത്രിക്ക് മുൻപ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ, ബന്ദികളിൽ കുറച്ചുപേരെങ്കിലും മോചിപ്പിച്ചില്ലെങ്കിൽ ക്രിസ്മസ് രാവ് ഹമാസ് കാണില്ല എന്ന അന്ത്യശാസനം ട്രംപ് നൽകിയിരുന്നു. ആ അന്ത്യശാസനത്തിന് അടിസ്ഥാനമാക്കിയുള്ള ആക്രമണം തന്നെയാണ് ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. ഹമാസിൻ്റെ പ്രധാനപ്പെട്ട സീനിയർ കമാൻഡറും അതുപോലെ തന്നെ അവരുടെ വ്യോമ സേനയുടെ പ്രധാനപ്പെട്ട തലവനുമായ ഒരു ഭീകര നേതാവിനെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരുന്നു. ഗാസയിലുടനീളം നിരന്തരമായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന. 3 സൈനികർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് 391 സൈനികരുടെ ജീവനുകളാണ്. 391 സൈനികർ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചു എന്നാണ് ഇപ്പോൾ IDF വ്യക്തമാക്കുന്നത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ ഏകദേശം വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈജിപ്തും ഖത്തറും ഇക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അടിയന്തരമായി തന്നെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ട്. ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് പൂർണ്ണമായും സമ്മതമാണ്. അതേസമയം ഇക്കാര്യത്തിൽ ഹമാസിന്റെ നിലപാടാണ് ഈ കരാർ വൈകുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. ഹമാസ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. 3 ഘട്ടങ്ങളായിട്ടുള്ള വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ 45 ദിവസം വെടിനിർത്തൽ, ഈ ഘട്ടത്തിൽ 34 ബന്ദികളെ ഹമാസ് വിട്ടയക്കണം. അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും. കൂടാതെ 11 സൈനികരും അടക്കമുള്ള 34 സൈനികരെ ഹമാസ് വിട്ടയക്കണം, മോചിപ്പിക്കണം. അതിനു പകരമായി 200ഓളം യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേലും കൈമാറും. ഈ ഘട്ടത്തിൽ ഗാസയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറും. എന്നാൽ ഫിലാഡൽഫി, നെറ്റ്സാരിം ഇടനാഴികളിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2ാം ഘട്ടം 30 ദിവസമാണ്. ആ 2ാം ഘട്ടത്തിൽ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും ഹമാസ് ഇസ്രായേലിന് കൈമാറും. ഇസ്രായേലിൻ്റെ സേന അതിർത്തിയിലേക്ക് പിന്മാറും. അതേസമയം 3ാം ഘട്ടം എത്തുമ്പോഴേക്കും ഇസ്രായേലി സേന പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറും. ആ സമയം അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ പാലസ്തീനിലെ ഔദ്യോഗിക സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല.
മുൻപ് പലവട്ടവും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാതെ യാഥാർത്ഥ്യമാകാതെ പോയതിന് കാരണം ഹമാസിന്റെ ഈ കൃത്യമായ ഇടപെടലായിരുന്നു. ഹമാസ് കാണിച്ച ഈ അലസതയായിരുന്നു. ഹമാസിന്റെ ഈ വേറിട്ട തീരുമാനങ്ങളും നിലപാടുകളുമായിരുന്നു. എന്നാൽ ഇക്കുറി ഹമാസിന് അമേരിക്ക അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലെ പോലെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാതെ പോകാൻ കഴിയില്ല. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കിയേ തീരൂ. വെടിനിർത്തൽ കരാറിൽ ഒരു കോംപ്രമൈസുമില്ല. ജനുവരി മാസം 20-ന് വൈറ്റ് ഹൗസിലെ പുതിയ പ്രസിഡന്റായി, അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്നത് വരെ മാത്രമേ ഹമാസിന് സമയമുള്ളൂ. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവും ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. ഹമാസിന് ഞങ്ങൾ അന്ത്യശാസനം നൽകുകയാണ്. ജനുവരി മാസം 20-ന് മുൻപ് മുഴുവൻ ബന്ദികളെയും വിട്ടയക്കൂ. ഇല്ലെങ്കിൽ ഹമാസിന്റെ ഭീകരന്മാർ മാത്രമല്ല, ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഹമാസിന്റെ നേതാക്കന്മാരെ കൂടി ഞങ്ങൾ തീർക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഹമാസിന് സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹമാസിനെ തീർക്കാനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. ഹമാസിന്റെ അന്ത്യം 25 ദിവസത്തിനുള്ളിൽ സാധ്യമാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ നിമിഷം ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത് ഗാസയിലെ ഹമാസിന് നേരെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹമാസിന്റെ ഒരൊറ്റ തലവന്മാർ, ഒരൊറ്റ നേതാക്കന്മാർ ലോകത്തൊരിടത്തും ജീവനോടെ ഉണ്ടാകില്ല എന്ന് അമേരിക്ക ആവർത്തിച്ച് പറയുന്നു. അത് തുർക്കിയിലായാലും ഖത്തറിലായാലും സൗദിയിലായാലും ഇനി എവിടെ ചെന്നൊളിച്ചാലും ഹമാസിന്റെ നേതാക്കന്മാരെ എണ്ണി തീർക്കുമെന്നാണ് ട്രംപിന്റെ ഇപ്പോഴുള്ള മുന്നറിയിപ്പ്. 3 സൈനികരുടെ മരണം IDF സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ നിരന്തരമായി ഉണ്ടാകുന്ന 3ാമത് തിരിച്ചടിയാണ് ഇസ്രായേലിന് ഗാസയിൽ ഇപ്പോൾ നേരിടുന്നത്. നേരത്തെ ഇസ്രായേലി സേനയ്ക്ക് നേരെ ഹമാസിന്റെ ഭീകരന്മാർ നടത്തിയ ഒളിയാക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കഫീർ ഗ്രൂപ്പിലെ ഷിംസൺ ബറ്റാലിയനിലെ കഫീർ ഗ്രൂപ്പിലെ 3 സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത്. ബെയ്ത്ത് ലഹിയ, ബെയ്ത്ത് ഹനൂൻ മേഖലയിൽ തീവ്രവാദി സാന്നിധ്യം, ഹമാസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് ഒരു റെയ്ഡ് നടത്തുകയായിരുന്നു കഫീർ ഗ്രൂപ്പ്. ആ കഫീർ ഗ്രൂപ്പിലെ നിരവധി സൈനികർ ബെയ്ത്ത് ഹനൂൻ, ബെയ്ത്ത് ലഹിയ മേഖലയിലെ കെട്ടിടങ്ങൾ കയറി ഇറങ്ങുന്നു. അവിടെയുള്ള മറ്റ് പ്രദേശങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കുന്നു. ഇതിനിടയിൽ ഒരു കെട്ടിടത്തിന് സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ചു വച്ചിരിക്കുകയായിരുന്നു. ഈ സൈനികർ ആ കെട്ടിടത്തിന് സമീപത്തേക്ക് എത്തിയ ഘട്ടത്തിൽ ആ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു.